അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഞാൻ ഒരു ഇത് കണ്ട് അപ്പോൾ അതോടുകൂടെയാണ് ഞാൻ ഈ പറയാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല. ഞാൻ ഷുഗറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എനിക്ക് അനുഭവമുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് തുടച്ച് നീക്കരുത്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് തട്ടി നീക്കരുത് കേട്ടോ. ഇത് കാണേണ്ടതാണ്. അതായത് ബഹുജനം പലവിധം, പലർക്കും പല സൈസാണ്. എല്ലാവരുടെ ശരീരപ്രകൃതിയും ഒരുപോലെയല്ല. ഷുഗർ പല സൈസുണ്ട്, പ്രഷർ പല സൈസുണ്ട്. ഷുഗർ അനങ്ങുമ്പോഴത്തേക്കും പഴുക്കണ ശരീരമുണ്ട്, അല്ലാത്ത ശരീരമുണ്ട്, ക്ഷീണിക്കണ ശരീരമുണ്ട്, പിന്നെ വണ്ണം വെക്കണ ശരീരമുണ്ട്. അപ്പോൾ തിന്നിട്ടും കുടിച്ചിട്ടും ഒന്നും അല്ല. ചിലവർക്ക് തിന്നിട്ടും ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കാണ്ടൊക്കെ ആയിരിക്കും. പലവർക്കും ഇപ്പം ഈ ക്യാൻസർ തന്നെ പലർക്കും പല സൈസ് ക്യാൻസറാണ്, പല സ്ഥലത്തും പല വിധത്തിലും. ഇപ്പോൾ ഓരോ ശരീരപ്രകൃതി അനുസരിച്ചാണ്. ചിലവർക്ക് പെട്ടെന്ന് മാറും, ചിലവർ അതോടുകൂടെ പോകും. പലവർക്കും പല സൈസാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഷുഗറും. ഞാൻ എൻ്റെ അനുഭവം പറയണേ. ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ ഒരു 14 വയസ്സ് 15 വയസ്സാകുമ്പോഴത്തേക്കും കെട്ടിച്ച് പ്രസവിച്ച് 3-4 മക്കളെയും പ്രസവിച്ച് ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സ്ഥിരമായി 5-6 വർഷം ഞങ്ങളെ എൻ്റെ വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പല പല വിസിറ്റ്. അപ്പോൾ എന്നെ കല്യാണം കേൾക്കുമ്പോൾ നല്ല തുണിക്കടയായിരുന്നു. ആ കാലത്ത് തുണി പോലും ഇല്ലാത്ത സ്ഥലം, അധികം ഉടുക്കാൻ പോലും ആർക്കുമില്ല, ആ വസ്ത്രം ഇടാൻ പോലും അധികമായില്ല. അപ്പം ആ കാലത്ത് എൻ്റെ ഭർത്താവിനും അതിൻ്റെ വാപ്പാക്കും അവരത്താക്കും ഒക്കെ തുണിക്കടയുണ്ട് ആ കാലത്ത്. അപ്പോൾ ആ കാലമായിരുന്നു. അപ്പോൾ പിന്നെ കല്യാണം കഴിച്ച് 5-6 വർഷം നിന്ന് പിന്നെ ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി. അവിടെ പിന്നെ പല ബിസിനസ്സും ചെയ്തു, അതൊന്നും ശരിയായില്ല. ലാസ്റ്റ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ബിസിനസ്, ചെറിയൊരു ബിസിനസ്, ചെറുത്, നമുക്ക് ധാരാളം ജീവിക്കാണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 11-12 മണിയാകുമ്പോഴാണ് വല്ലതും കഴിക്കണത്. രാവിലെ എണീച്ചേക്ക് ഒരു ചായ കുടിക്കൂ, മധുരം ഇട്ടോ ഇല്ലാണ്ട് നേരിയ മധുരം. എനിക്ക് ചെറുപ്പം തൊട്ടേ മധുരം അങ്ങനെ വേണ്ട. മധുരത്തിനോട് എനിക്കൊരു കമ്പവും ഇല്ല. ഞാൻ 12 മണിയാകുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഇച്ചിരി കഴിക്കണം. ഈ ജോലി എടുത്ത് ക്ഷീണിച്ച് ഒരു പണിക്കാരൊന്നും ആക്കിയിട്ടില്ല. ഞാൻ തന്നെ അതിലിടക്ക് കുഞ്ഞുങ്ങൾ 3-4 അതുങ്ങളതെല്ലാം കഴുകണം, പറക്കണം. ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ പാത്രം കഴുകാണ്ടാവും, പൈപ്പുമില്ല, വെള്ളമില്ല, കിണർ ഭയങ്കര ആഴത്തിൽ. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ്. ഒന്നും കഴിക്കത്തൂല, തിന്നത്തൂല, കുടിക്കത്തൂല, വെറുതെ പറയരുത്. അതുപോലെ തന്നെ ഞങ്ങളെ വാപ്പിച്ചി പലഹാരം കൊണ്ടുവരെങ്കിൽ ലഡും ജിലേബി അലുവയൊക്കെയാണ് പണ്ട് കാലത്ത് കൊണ്ടുവരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എപ്പോൾ മേടിച്ചാലും മധുരമുള്ള ഞാനത് തൊടത്തില്ല. ഈന്തപ്പഴം ഞാൻ തിന്നത്തതേ ഇല്ല. ഈന്തപ്പഴം ഞങ്ങളെ വാപ്പിച്ചു ഈ സാധനം മധുരമുള്ളതല്ലാണ്ട് ജിലേബിയും ലഡു അലുവയും ഒക്കെ ഈന്തപ്പഴമാണ് കൊണ്ടുവരുന്നത്. എൻ്റെ അപ്പാക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല, അതാണ് കൊണ്ടുവരിക. ഞാനിതൊന്നും കഴിച്ചിട്ടില്ലേ. എനിക്കിത് ഇഷ്ടവും അല്ല. ഈ മധുരം എന്ന് പറയണ അലർജിയാണ്. ഒരു പായസം കുടിച്ചിട്ടില്ല, അധികം പായസം. ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ ഇറങ്ങിക്കണത്. അന്നൊന്നും അധികം പായസം ഇല്ല. ഇപ്പോൾ ഈ കല്യാണ വീട്ടിലൊന്നും അധികം പായസമില്ല. വെറുതെ പറയണതൊക്കെ ഓരോരോ കണ്ടന്റുകൾ, വെറുതെ ഡോക്ടർമാരും അല്ലാത്തവരും ഒക്കെ ഇതൊന്നും കഴിച്ചിട്ടില്ല. ചിക്കന് എന്നെ കെട്ടിച്ച് കൊണ്ടുപോയിട്ട് ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഇറച്ചി മേടിക്കുക. അങ്ങനെ 6 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അത് മേടിക്കണ ആട്ടിറച്ചിയെ വാങ്ങിക്കൂ. ആട്ടിറച്ചിയാണ് വാങ്ങിക്കണത്, അല്ലാതെ വേറെ ഇറച്ചി വാങ്ങിക്കാറില്ല. എൻ്റെ ഹസ്ബൻഡ് ആട്ടിറച്ചിയാണ് മേടിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോഴാണ് മേടിക്കുന്നത്. പിന്നെ എന്തുവാ, പിന്നെ ഇപ്പം ഈ ചിക്കനില്ലാണ്ട് ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റി വെച്ചിക്കുക, അള്ളി വെച്ചിക്കുക, എന്നിട്ട് എടുത്ത് കുറച്ച് തിന്നുക. ഇതൊന്നും ഇവിടെ ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല, എന്നും ഇല്ല. എൻ്റെ അനുഭവം പറയണത്. ഒരു വർഷത്തിലൊരിക്കലാണ് ഒരു പോത്തിറച്ചി മേടിക്കുന്നത്. അത് കൊതികൊണ്ട് എന്തേലും ഇറച്ചി വേണമല്ലോ വെച്ചിട്ട്. ഈ ഫുഡ് ഇങ്ങനെ ഈ ഇറച്ചിയൊന്നും തിന്നിട്ട് ഇതൊക്കെ വെറുതെ പറയാം. അതുമാതിരി നെയ്യിലിട്ട് കളിക്കുക, ഇതൊന്നൊക്കെ വെറുതെ പറയാം. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. അതോടം കൊണ്ട് ഇതൊക്കെ വെറുതെ പറയണതാണ്. പലർക്കും പല അനുഭവങ്ങളാണ്. എന്നാൽ ശരി, അസ്സലാമലൈക്കും. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം. എന്നാൽ ശരി. ഓരോ വിധിയാണ്. അള്ളാഹു വെച്ച മാതിരി വരും. അള്ളാഹുന്ന് ദുനിയാവിന്ന് തിന്മയാണെങ്കിൽ നാളെ ആഹ്റത്തിൽ നിന്ന് സുഖം ഉണ്ടാവും. നമ്മൾ അത് വെച്ച് സന്തോഷിക്കുക, സമാധാനിക്കുക. ശരി. അസ്സലാമലൈക്കും.